കർത്താവ് ഇന്ന് രാത്രി എൻ്റെ മനസ്സിൽ തന്ന ചിന്ത आज रात को प्रभु मेरे अंदर दिया हुआ विचार വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം. यूहन्ना 11 अध्याय हम अच्छी तरह परिचित अध्याय है. യേശു ആഴമായി സ്നേഹിക്കുകയും യേശുവിനെ സ്നേഹിക്കുകയും ചെയ്ത കുടുംബത്തിൻ്റെ അകത്ത് വന്ന വലിയ വേദനകൾ, यीशु से गहराई से प्रेम करने वाले परिवार के अंदर आया हुआ दुख. ഈ രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, आज रात को पवित्र आत्मा हमसे कहता है കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും ഭാരങ്ങളും ഉണ്ടാകും. प्रभु से अधिक प्रेम करने वाले को तकलीफ और संकट आएंगे, എങ്കിലും അവർ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം പുതുക്കുമ്പോൾ, लेकिन वे प्रभु में पूर्ण रूप से भरोसा रखने से, ആശ്രയം ഫലവത്തായി ഉറപ്പുള്ളതാക്കി മാറ്റുമ്പോൾ, वो आश्रय जो गहराई से होगा तो दृढ़ता से रहेगा तो ആ ഭവനങ്ങളിൽ വിടുതലുകൾ കർത്താവ് പകർന്നുകൊണ്ടിരിക്കും. उस परिवार में प्रभु का छुटकारा प्रभु उंडेलता जाएगा. അതാരുടെ റെക്കമെൻഡിലല്ല വിടുതൽ നടക്കുന്നത്. वो किसी के रेकमेंड से छुटकारा नहीं होता है. ഇവിടുത്തെ പാസ്റ്റർ റെക്കമെൻഡിൽ ഒരു വീട്ടിലും വിടുതൽ നടക്കത്തില്ല. यहाँ के पास्टर के रेकमेंड करने से कोई भी परिवार में छुटकारा नहीं होगा. ഇവിടെയുള്ള വിശ്വാസികളുടെ റെക്കമെൻഡിൽ മറ്റുള്ള വിശ്വാസികൾക്ക് വിടുതൽ നടക്കില്ല. यहाँ के विश्वासियों के रेकमेंड से दूसरे विश्वासियों में छुटकारा नहीं होगा. മറിച്ച് പരിശുദ്ധാത്മാവിൽ വിധേയപ്പെടുന്ന വിശ്വാസത്തെ ഏറ്റെടുക്കുന്ന വചനത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾ കലങ്ങിപ്പോകാതെ ദൈവിക ബലത്തെ സംഭരിക്കാനിടയാണ്. पवित्र आत्मा में भरोसा रखने वाले, प्रभु में आश्रा करने वाले जो है व्याकुल नहीं होना, प्रभु में आश्रा करना. ഈ രാത്രി ആ ബഥാനിയിലെ കുടുംബത്തിലേക്ക് നമുക്കൊന്ന് ആ വചനത്തിലൂടെ ഒന്ന് പ്രവേശിക്കാം. आज रात को बेथानिया के उस परिवार में वचन के द्वारा हम प्रवेश करेंगे. ഒരു കൊച്ചു കുടുംബമാണ്, 3 പേരടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. एक छोटा सा परिवार है, उसमें 3 लोग हैं. മാതാപിതാക്കളുടെ ചരിത്രങ്ങളൊന്നും വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നില്ല. उनके माता पिता का इतिहास कुछ बाइबल हमें सिखाता नहीं है. എന്നാൽ 2 സഹോദരിമാർക്ക് ഒരു ആങ്ങളെ ഉണ്ടായിരുന്നു. 2 बहनों को एक भाई था. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അവർ ദൈവഭക്തിയിലും ദൈവകൃപയിലും നിലനിന്നു എന്നുള്ളതാണ്. उनके बारे में वचन हमें सिखाता है वो परमेश्वर के अनुग्रह में और भक्ति में स्थिर थे. യേശുവിന്റെ ശുശ്രൂഷയോട് കൂടുതൽ അറ്റാച്ച് ആയിട്ടുണ്ടായിരുന്ന കുടുംബമാണിവർ. परमेश्वर की सेवकाई से बहुत ही लगा हुआ था. യേശു ഏത് സമയവും ബഥാനിയിൽ പോകുമ്പോൾ ഇവരുടെ ഭവനത്തിൽ വിശ്രമിക്കാറുള്ളത് പതിവാണ് വിശുദ്ധ ബൈബിൾ പറയുന്നു. यीशु कभी भी जब बेथानिया जाते थे इनके परिवार में जाकर वो विश्राम करते हैं. അപ്പോൾ തന്നെ 11-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ യേശുവിനെ കൈക്കൊണ്ട വീടാണ്. 11वां अध्याय में दिया है यीशु को स्वीकार किया हुआ परिवार, യേശുവിനെ സ്നേഹിച്ച ഭവനം, यीशु से प्रेम किया हुआ परिवार, യേശുവിനെ സൽക്കരിച്ച ഭവനം. यीशु का अतिथि सत्कार किया वाला परिवार. ഏകത്വം നമ്മൾ ശുശ്രൂഷിച്ചിട്ടുണ്ടെങ്കിലും कई बार इस वचन से मैं प्रचार किया ഞാൻ तो ഇന്ന് ആ ഭാഗം ചിന്തിച്ചപ്പോൾ എൻ്റെ അകത്ത് വന്ന ചില ആലോചനകൾ നമ്മൾ ഒന്നിച്ച് ഷെയർ ചെയ്യും. आज मैं जब ये वचन पढ़ रहा था तो मेरे अंदर प्रभु दिया हुआ कुछ विचार मैं शेयर करना चाहता ചില हूँ. വചനത്തിന്റെ വെളിപ്പാടുകൾ നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് നൽകി തന്നാൽ कुछ वचन का प्रकाशन पवित्र आत्मा हमारे अंदर देता है നമ്മൾ तब ചിന്തിക്കുന്നതിനപ്പുറമായി ചില വിടുതലുകൾ സംഭവിക്കും. हमारी सोच से भी बढ़कर कुछ छुटकारा होगा. സത്യത്തിൽ ഈ ഭവനം വളരെ സന്തോഷകരമായ അനുഭവത്തിലൂടെ മുൻപോട്ട് പോകുന്ന ഒരു കാലം. ये परिवार बहुत ही आनंद से आगे बढ़ रहे थे. വലിയ സന്തോഷമായിരുന്നു ആ കൊച്ചു കുടുംബത്തിനകത്ത്. बहुत आनंद था इस छोटे परिवार के अंदर में. സന്തോഷം മാത്രം തളം കെട്ടി കിടക്കുന്ന ഒരു നല്ല അനുഭവം. आनंद ही उनके परिवार में रहता था. ഇതെല്ലാ കുടുംബങ്ങളിലും ലഭിക്കപ്പെടുന്ന ഒരു അവസ്ഥയല്ല. ये सारे परिवारों में मिलने वाला एक अवस्था नहीं है. എന്നാൽ ഈ ബഥാനിയിലെ ലാസറിന്റെ ഭവനം എന്ന് പറയുന്നത് പ്രത്യേക സന്തോഷം പകരുന്ന ഭവനമായിരുന്നു. बेथानिया के लासर का परिवार बोले तो एक बहुत ही आनंद उंडेलने वाला एक परिवार था. അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ അവർ യേശുവിനെ കൈക്കൊണ്ടു എന്നുള്ളതാണ്. उसका कारण क्या है? वो यीशु को स्वीकार करे. ഞാൻ പറയാം, നമ്മുടെ ഭവനം ആനന്ദകരമായി മാറണമെങ്കിൽ, हमारा परिवार आनंद में भरना है നമ്മുടെ तो ഭവനം സ്വർഗീയ സന്തോഷം അനുഭവിക്കണമെങ്കിൽ हमारा परिवार स्वर्गीय आनंद अनुभव യേശുവിനെ കൈക്കൊള്ളുന്നവരാകണം. यीशु को स्वीकार करने वाले യേശുവിനെ ആഴമായി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ यीशु को गहराई से स्वीकार करने से സാധാരണക്കാരനെ അല്ല നമ്മൾ കൈക്കൊണ്ടേക്കുന്നത്. हम साधारण लोग को स्वीकार नहीं किए हैं. മാത്രമല്ല യേശുവിനെ അവർ ആഴമായി സ്നേഹിച്ചിരുന്നു. यीशु से गहराई से वो प्रेम करे थे. സ്നേഹിക്കാത്ത ഒരുത്തനെ കൈക്കൊള്ളാൻ ഒക്കത്തില്ല. प्रेम नहीं करने वाले को कभी हम स्वीकार नहीं कर पाएंगे. സ്നേഹിക്കാത്ത ഒരുത്തനെ സൽക്കരിക്കാൻ പറ്റുകയില്ല. प्रेम नहीं करने वाले को हम अतिथि सत्कार नहीं कर सकते. സ്നേഹിക്കാത്ത ഒരുത്തനെ വീടിനകത്ത് കൈക്കൊണ്ട് ഭവനത്തിനകത്ത് കയറ്റാൻ പോലും ഒക്കത്തില്ല. प्रेम नहीं करने वाले को हम परिवार में हम स्वीकार नहीं कर सकते और घर के अंदर चढ़ा സ്നേഹം नहीं ഉണ്ടെങ്കിൽ सकते. നമുക്ക് ഭവനത്തിൽ കയറ്റാൻ പറ്റും. प्रेम है तो उनको परिवार में हम चढ़ा सकते അപ്പൊ ഈ हैं. ഭവനം എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്ന കുടുംബമായിരുന്നു. ये परिवार प्रभु से प्रेम करने वाला परिवार था. അപ്പോൾ തന്നെ അവിടെ എപ്പോഴൊക്കെ കർത്താവ് ചെന്നിട്ടുണ്ടോ जब भी यीशु वहाँ पे गया है അപ്പോഴൊക്കെ ഭയങ്കര ആൾക്കാരാ അവിടെ. उस समय बहुत बड़ी भीड़ वहाँ पे आया എന്ന് है. പറഞ്ഞാൽ യേശു കർത്താവ് പോകുമ്പോൾ കുറഞ്ഞത്
3 ശിഷ്യന്മാരെങ്കിലും പോകും കൂടെ. यीशु मसीह जाते हैं तो कम से कम 3 चेला उनके साथ रहता है. അല്ലേ? ഏറ്റവും കുറഞ്ഞത് 3 ശിഷ്യന്മാരെങ്കിലും കൂടെ ഉണ്ടാവും. कम से कम 3 चेला उनके साथ रहता है. അപ്പൊ യേശു കൂടെ കൂട്ടി 4 പേരായി. तब यीशु को भी मिलाकर 4 जन. ഇനി യേശു ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബഥാനി മൊത്തം ഇളകും. यीशु आया है मालूम होने से पूरा बेथानिया के लोग आएंगे. ഒത്തിരി പേര് ആ ഭവനത്തിൽ വരും. पूरे लोग वहां पे आएंगे. മക്കളോട് ഞാൻ പറയാം, നമ്മുടെ അകത്ത് യേശുവിന്റെ മഹിമ ശരിക്കൊന്ന് വെളിപ്പെടണം. हमारे अंदर में यीशु का महिमा अच्छी तरह प्रकट होना है. ശരിക്കാ യേശുവിന്റെ സ്വഭാവമൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നാൽ यीशु का स्वभाव हमारे जीवन में आने से ദൈവമക്കളെ നമ്മളൊക്കെ ഭയങ്കര വ്യത്യസ്തരായിട്ട് മാറും. हम लोग बदल जाएंगे प्रिय लोगों. ഈ ഉപവാസ പ്രാർത്ഥന നമ്മൾ പണിയപ്പെടുന്ന ഉപവാസ ये പ്രാർത്ഥനയാകട്ടെ. उपवास के प्रार्थना हमें बना रहा है. അപ്പോസ്തലൻ പറയുന്നത് പോലെ ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി തീരുക. मसीह का स्वभाव है वाले हमें बनना है. അപ്പൊ യേശുവിനെ കൈക്കൊണ്ട വീടിനകത്ത് यीशु को स्वीकार करिए उस परिवार യേശു में. ചെല്ലുമ്പോൾ ഭയങ്കര തിക്കും തിരക്കും ഭയങ്കര ആൾക്കൂട്ടമാണ്. यीशु जब वहां जाता है तो बहुत बड़ी भीड़ उनके पीछे आता है. അതുകൊണ്ട് തന്നെ ആ വീടിനകത്ത് സൽക്കരിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ऐसे समय में उनका अतिथि सत्कार करना थोड़ा मुश्किल है. ആഹാരം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ഹാർഡായിട്ടുള്ള അനുഭവമാണ്. भोजन बनाना तो थोड़ा तकलीफ की बात है. അതുകൊണ്ടാണ് മാർത്ത വന്ന് കർത്താവിനോട് പറഞ്ഞു, इसलिए मार्था आकर कहती है मसीह से, യേശുവേ നിനക്കൊരു വിചാരമില്ലേ? यीशु तुम्हें कोई चिंता नहीं है क्या? കാരണം പലതിനെ ചൊല്ലി അവൾ വിചാരപ്പെടുകയാണ്. बहुत विषयों को सोचकर वो चिंता करती है. അവൾ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. वो किचन में काम करती है. ഈ മറിയോട് പറ, നീ വന്നൊന്ന് എന്നെ സഹായിക്കാൻ. ये मरिया से बोल वो भी आके मुझे सहायता करे. അപ്പൊ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, तो यीशु कहता है മറിയ നല്ല അംശത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു. मरिया अच्छे भाग को चुन ली. നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഇതാണ്. तुम्हें सौंपा गया सेवका ये है. ഏൽപ്പിക്കുന്നതിൽ വിശ്വസ്തയോടെ ദൈവമക്കൾ തയ്യാറായാൽ जो हमें सौंपते उसमें हम सच्चे होंगे അത് तो ചെറുതാകാം വലുതാകാം, അതിലൊരു വിശ്വസ്തത നമുക്കുണ്ടെങ്കിൽ वो छोटा हो बड़ा हो हम उसमें सच्चे होने हैं. നമ്മുടെ അധരത്തിൽ പോലും ഒരു അവിശ്വാസം വരത്തില്ല. हमारा मुंह में भी एक अविश्वास की बात नहीं होगा. ഞാൻ ഇന്ന് രാത്രി ദൈവമക്കളോട് പറയാം, വിശ്വാസം നമ്മുടെ അകത്ത് ശക്തമായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. विश्वास हमारे अंदर में सामर्थ्य से बढ़ता जाएगा. എന്തുകൊണ്ടാണ് നമുക്ക് അവിശ്വാസം കയറി വരുന്നത്? क्यों हमारे अंदर अविश्वास आता നമ്മൾ है? പലതിനെ ചൊല്ലി ഈ മാർത്തയെ പോലെ വിചാരപ്പെടുകയാണ്. ये मार्था के समान कई विषयों के बारे में सोचकर हम चिंता करते ആ हैं. ഭവനത്തിന്റെ അകത്ത് ആൾക്കാരുടെ തിക്കും തിരക്കുമുണ്ട്. യേശു കടന്നു വരുമ്പോൾ वो परिवार के अंदर यीशु मसीह आया था, बहुत सारे भीड़ वहां पे ഈ आया. പാവം പിടിച്ച സഹോദരി ഒത്തിരി കഷ്ടം സഹിച്ച് ആഹാരമൊക്കെ വെച്ച് കൊടുക്കുന്നു. ये बहन बहुत तकलीफ सहते हुए भोजन बना रही है. ഒരുപാട് സങ്കടങ്ങൾ പല വിധത്തിൽ നമുക്കുണ്ടാകാം. बहुत संकट हमारे अंदर हो सकता ഈ है. രാത്രി ഞാൻ ദൈവമക്കളോട് ഞാൻ പറയാം, आज रात को मैं कहता हूँ സങ്കടങ്ങളിൽ പെറുപെറുത്തു പോകരുത്. कष्ट आने से आप बुड़बुड़ाना मत. മനസ്സ് വ്യാകുലപ്പെട്ടു പോകരുത്. आपका मन व्याकुल ना होना. അവിടെയും നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. वहाँ पे आप दृढ़ता के साथ रहे. അവിടെയും നിങ്ങൾ ബലമുള്ളവരായി തീർന്നാൽ आप बल के साथ रहे. ഇതെന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ദൗത്യമാണിത്. मेरे बारे में प्रभु का दौत्य यही ഇവിടെ है. ഞാൻ എന്റെ അധരത്തിനകത്ത് അവിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ मेरे मुंह से अविश्वास की बातें आने से ഒരു തരത്തിലും എനിക്ക് അതിന്റെ വിടുതലുകൾ അനുഭവിക്കാൻ പറ്റുകയില്ല. किसी भी प्रकार मैं उसमें छुटकारा अनुभव പക്ഷേ नहीं कर സാഹചര്യങ്ങൾ पाऊंगा. നമ്മൾ അവിശ്വസിക്കുന്ന നിലവാരത്തിലുള്ള സാഹചര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ നമ്മളെ ചുറ്റിപ്പിടിക്കുന്നത്. अवस्था ऐसा होगा कि हम अविश्वास कर जाते होंगे. പറഞ്ഞു പോകേണ്ട ചില സാഹചര്യങ്ങൾ, अविश्वास की बातें हम बोल देते होंगे. തള്ളിക്കളയേണ്ട ചില സാഹചര്യങ്ങൾ, छोड़ देने का कुछ अवस्था. പലതിലും നമ്മൾ മനസ്സ് വ്യാകുലപ്പെടുന്ന അനുഭവങ്ങൾ. कई बातों में हम व्याकुल हो जाते हैं. ശക്തമായി ഇടപെടുക ദൈവം. आज रात को प्रभु सामर्थ्य से कहता है അവിടെ ഞാൻ നിങ്ങൾ ക്ഷീണിച്ചു പോകാനിടയാകല്ലേ. हम और आप कमजोर ना हो. അവിടെ നമ്മൾ തളർന്നു പോയാൽ हम थक जाने से സംഭവിക്കുന്നത് വിലപ്പെട്ട വിശ്വാസം കൈമോശം വരും. हमारा कीमती विश्वास हमसे नष्ट होगा. ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കും. प्रभु में है वाला विश्वास हमसे नष्ट हो जाएगा. ആരുടെയൊക്കെയോ ഫേസ് കണ്ട്, किसी का मुंह देखकर, ആരുടെയൊക്കെയോ പ്രവർത്തനത്തിന്റെ വേദന കണ്ട്, किसी का कार्य देखकर, ആരുടെയൊക്കെയോ വാക്കുകളുടെ ശരങ്ങളുടെ മൂർച്ച കണ്ട് किसी के बातों के പലപ്പോഴും നമ്മുടെ അകത്ത് വല്ലാതെ വ്യാകുലപ്പെട്ടു പോകുന്ന അവസ്ഥ. वो सुनकर हमारा मन व्याकुल हो जाने का. വിലപ്പെട്ട ചില വിടുതലുകൾ എന്റെയും നിങ്ങളുടെയും വീടിനകത്ത് വെളിപ്പെട്ടേണ്ട ആ സമയങ്ങളിൽ നമുക്ക് വെളിപ്പെടുന്നറിയാമോ? ആ വിശ്വാസം അകത്ത് കയറും. कीमती छुटकारा हमारे और आपके परिवार में प्रकट होना था, लेकिन हमारे अंदर अविश्वास अंदर അത് आता है. നമുക്ക് മാർത്തയിൽ പ്രകടമായത് കാണാൻ പറ്റും. वो हम मार्था में देख पाते हैं. എത്രമാത്രം സന്തോഷത്തിന്റെ കുടുംബമായിരുന്നു ഇത്. कितना आनंदित परिवार था. സന്തോഷത്തോടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. आनंद से आगे बढ़ते थे. ഭവനത്തിനകത്ത് പ്രാർത്ഥനകളും ആരാധനകളും വചന ശുശ്രൂഷകളും ഒക്കെ ശക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നു. उनके परिवार के अंदर वचन सेवकाई आराधना प्रार्थना सब सामर्थ्य से होता था. കർത്താവ് പോലും കടന്നു വന്നാൽ ആ ഭവനത്തിൽ
ഭവനത്തിനകത്ത് വിശ്രമിക്കണമെന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട ഒരു നല്ല ദൈവകൃപയുള്ള ഒരു ചെറിയ കൂടാരം. मसीह आकर वहाँ पे विश्राम करने वाला परमेश्वर का अनुग्रह है वाला एक परिवार. കാര്യം യേശു കർത്താവ് എല്ലായിടത്തും വസിക്കത്തില്ല. मसीह हर जगह जाके वास नहीं करता है. ഇന്ന് രാത്രി ദൈവമക്കൾ മറന്നു പോകരുത്. आज रात को आप लोग भूलना मत. അശുദ്ധി ഉള്ളിടത്ത് ദൈവം കാലുകുത്തത്തില്ല. जहाँ अशुद्धता है प्रभु वहाँ पाँव नहीं നമുക്കറിയാം रखता है. ആലയത്തിനകത്തേക്ക് യേശു കർത്താവ് പ്രവേശിക്കപ്പെട്ടപ്പോൾ ये आलय में जब यीशु प्रवेश किया तब ആലയത്തിനകത്തെ ചില അശുദ്ധിയെ കർത്താവ് കണ്ടു. आलय के अंदर में कुछ अशुद्धता प्रभु വചനം देखा. നമ്മളെ പഠിപ്പിക്കുന്നവൻ ചാട്ടവാർ എടുത്തു, वचन हमें सिखाते हैं कोड़े എല്ലാവരെയും उठाया, പുറത്താക്കി सबको बाहर कर. വളരെ ആഴമായി അവിടെ ഒരു ശുദ്ധീകരണം നടത്തുകയാണ്. यीशु मसीह आलय को शुद्धिकरण करता है. അപ്പൊ ശുദ്ധീകരണം ഇല്ലാത്തടത്ത് കർത്താവ് കാലുകുത്തത്തില്ല. जहाँ पवित्रता नहीं वहाँ पे मसीह नहीं അത് आएगा. ആലയമായാലും വീടായാലും. वो घर हो या प्रभु का ഈ आलय രാത്രി हो. ദൈവമക്കൾ ഓർത്തോണം, വിശുദ്ധിയുള്ള നിന്റെ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ വാസം ശക്തമാണ്. परमेश्वर के लोग को याद रखना है कि पवित्रता है वाला आपके घर में मसीह वास करेगा. എന്തുകൊണ്ടാണെന്നറിയാമോ? क्यों? ദൈവം വിശുദ്ധനാണ്. परमेश्वर पवित्र है. ദൈവം പറയുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം. परमेश्वर कहता है मैं पवित्र हूँ इसलिए तुम भी पवित्र बने रहो. ദൈവം വസിക്കുന്നത് വിശുദ്ധിയുള്ളിടത്ത് ദൈവമക്കളെ. परमेश्वर पवित्रता में वास करता ദൈവമേ है. എന്നിലേക്ക് വരണമേ എന്ന് പറഞ്ഞാൽ കർത്താവ് വരണമെന്ന് നിർബന്ധമില്ല. प्रभु मुझ में आ बोले तो प्रभु आना जरूरी नहीं है. വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവ പൈതലാണോ? ഓൾറെഡി നിന്റെ അകത്ത് ദൈവമുണ്ട്. आप पवित्रता को संभालेंगे तो जरूर प्रभु आपके अंदर है. ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ കഴിയും. प्रभु का सानिध्य आप अनुभव कर पाएंगे. നോക്കുക, ബഥാനിയിലെ ഭവനം യേശുവുമായി ഭയങ്കര ബന്ധമാണ്. ये बथानिया का ये परिवार यीशु से बहुत संबंध रखने वाला परिवार था. അത്രയ്ക്ക് ദൈവത്തിന്റെ ഉപദേശം അവിടെ കൊടുക്കപ്പെട്ടിട്ടുണ്ട്. प्रभु उतना उपदेश वहाँ पे दिया था. ഒത്തിരി ഉപദേശം കേട്ടവരാണവർ. बहुत उपदेश वो लोग सुने थे. ഒത്തിരി സന്തോഷം അനുഭവിച്ചവരാണ്. बहुत आनंद का अनुभव करे ഒത്തിരി थे. വചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിച്ചവരാണ്. बहुत वचन का गहराई समझे പക്ഷേ थे. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ कुछ दिनों के बाद में ആ വീടിനകത്ത് ആ പെങ്ങന്മാരുടെ പ്രതീക്ഷയായ ലാസർ ദീനം പിടിച്ചു वो കിടക്കുകയാണ്. बहनों का एक उम्मीद था. वो भाई लाजर अभी बीमार है. അതുപോലെ എന്തെങ്കിലും ഭാരം വരുമ്പോൾ അറിയിക്കുന്നത് യേശുവിനെയാണ്. साधारण रूप से कुछ तकलीफ आने से यीशु से वो बोलते എന്ത് हैं. സങ്കടം വന്നാലും യേശുവിനോട് പറയണം. कुछ भी तकलीफ आए यीशु से बोले. ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവമക്കളോട് ഞാൻ പറയാം, आज रात को मैं आप लोगों से कहता എന്ത് हूँ ഭാരം വന്നാലും യേശുവിനോട് പറയണം. कुछ भी तकलीफ आए यीशु से बोले. എന്ത് വേദന വന്നാലും കർത്താവിനോട് പറയണം. कुछ भी दर्द आए यीशु से बोले. നമുക്ക് മനസ്സ് തുറന്ന് പറയാൻ കഴിയുന്ന ഒറ്റ ഇടം കർത്താവിന്റെ ഇടമാണ്. हम मन खोलकर बोल सकते हैं एक ही जगह यीशु से. നമ്മുടെ മനസ്സ് തുറന്ന് അപ്പാ പിതാവേ എന്ന് വിളിച്ച് നമ്മുടെ മനസ്സിലുള്ളത് മുഴുവൻ പറയാൻ കഴിയുന്ന ഒറ്റ സ്ഥലമുണ്ടെങ്കിൽ അത് യേശുവിന്റെ സ്ഥലമാണ്. हम मन खोलकर अब्बा पिता करके पुकार सकते वो एक ही जगह यीशु है. ആ യേശുവിനോട് പറയാൻ തുറന്ന്, वो यीशु से हम खुलकर बोल യേശുവേ सकते എന്റെ हैं. ജീവിതത്തിൽ വ്യത്യാസം വരുത്തണം. यीशु मेरा जीवन में बदलाव സത്യത്തിൽ ഈ करना. ഭവനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ये परिवार के बारे में बोले तो यहाँ पे पढ़ेंगे तो हम समझ पाएंगे. യേശുവിനെ ഇവർ ശരിക്ക് എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിനോട് പറയുമായിരുന്നു. सारे अवस्थाओं में यीशु से बताने वाले थे. ആ ലാസർ ദീനം പിടിച്ചു കിടന്നപ്പോൾ तो लाजर जब बीमार हो गया तब ആളെ വിട്ട് യേശുവിനെ അറിയിച്ചു. लोग को भेजकर അവിടെ यीशु से എഴുതിയിരിക്കുന്ന कहा. ഇങ്ങനെയാണ്, യേശു ഇരുന്നിടത്ത് തന്നെ 3 നാൾ പാർത്തു. वहाँ पे ऐसा लिखा यीशु जहाँ बैठे थे वहाँ फिर से 3 दिन रहा. എത്രമാത്രം വേദനയുള്ള അനുഭവമാണ്. कितना दुख का अनुभव है. എത്ര സന്ദർഭങ്ങൾ യേശുവിനെ അറിയിച്ചപ്പോൾ യേശു അവിടെ ചെന്നിട്ടുണ്ട്. कितने ही समय में यीशु से बताया तो यीशु वहाँ गए थे. അതുകൊണ്ടല്ലേ ഉറപ്പോടെ യേശുവിനെ അറിയിച്ചത്. इसलिए वो दृढ़ता के साथ यीशु को बताया है. ചെല്ലാത്ത ഒരുത്തനോട് അറിയിക്കേണ്ട കാര്യമില്ല. नहीं जाने वाले से बोलने की आवश्यकता പ്രാർത്ഥന नहीं है. കേൾക്കാത്ത ഒരുത്തനോട് പറയേണ്ട ആവശ്യമില്ല. प्रार्थना नहीं सुनने वाले से बोलने की നമ്മുടെ आवश्यकता ആവശ്യങ്ങളെ नहीं है. മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയോട് പറഞ്ഞാലേ നമുക്ക് പ്രാർത്ഥന ലഭിക്കപ്പെടുന്നുള്ളൂ. हमारे आवश्यकताओं को समझकर प्रार्थना करने वाले से हम अपना विषय बता सकते हैं. എന്റെ വിഷയത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാത്ത ഒരുത്തനോട് പ്രാർത്ഥന വിഷയങ്ങൾ നമ്മൾ ആരും ഷെയർ ചെയ്യാറില്ല. हमारा विषय को स्वीकार करते हुए प्रार्थना नहीं करने वाले से हम बोलेंगे नहीं. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പുള്ള പ്രിയപ്പെട്ടവരോട് ഷെയർ ചെയ്യും. मेरे लिए प्रार्थना करने वाला है करके दृढ़ता है तो हम उससे बोलेंगे. സഭയോട് ഷെയർ ചെയ്യും. कलीसिया से बोलेंगे. അതുപോലെയാണ് യേശു കർത്താവിനോട് ഇവർ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. उसी प्रकार यीशु से ये लोग बताते थे. പക്ഷേ സംഭവിച്ചത് തികച്ചും വ്യത്യസ്തമായി പോയി. लेकिन वहाँ पे संभव बहुत ही उल्टा हो गया. ഏതൊരു വിഷയം അറിഞ്ഞാലും യേശു ഓടി ചെല്ലുന്ന യേശു, कोई भी बात मालूम होगा तो यीशु वहाँ जाते ഏത് हैं. പ്രശ്നത്തിനും പരിഹാരം യേശു കൊടുക്കുമായിരുന്നു. कोई भी समस्या का यीशु हल निकालता പക്ഷേ है. യേശു ഇരുന്നിടത്ത് തന്നെ 3 നാൾ
പാർത്തു. लेकिन अभी यीशु जहाँ था वहाँ पे 3 दिन അതിന് വ്യക്തമായ ദൈവത്തിന് ചില പദ്ധതികൾ ഉണ്ടായിരുന്നു. प्रभु का एक व्यक्ति जो योजना था, അത് ശിഷ്യന്മാർക്ക് അതിന്റെ ആഴം മനസ്സിലായില്ല. चेले लोग उसका गहराई समझ नहीं पाए. 3 ദിവസം കഴിഞ്ഞപ്പോൾ 3 दिन होने के യേശു बाद പറഞ്ഞു നമുക്ക് ബഥാന്യ വരെ പോണം. यीशु कहा हम बेथानिया जाएंगे, നമുക്ക് ലാസറിന്റെ വീട്ടിൽ പോണം. हम लाजर के परिवार में जाएंगे. കർത്താവേ 3 ദിവസം മുമ്പ് അവർ വന്ന് വിളിച്ചപ്പോൾ നമ്മൾ പോയില്ല. यीशु वो लोग 3 दिन के पहले आके बुलाए थे, हम ഇപ്പോ गए നമ്മൾ नहीं. പോകുമ്പോൾ അവർ സങ്കടപ്പെടുകയല്ലേ? हम अभी जाने से वो लोग खेदित होंगे. യേശു പറയുന്നു ലാസർ ഉറങ്ങുകയാണ്. यीशु कहता है लाजर सो रहा है. ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. चेले समझ नहीं पाए. ഉറച്ച കർത്താവ് തെളിയിച്ചങ്ങ് പറഞ്ഞു, वहाँ में प्रभु साबित किया ലാസർ മരിച്ചുപോയി. लाजर मरा है. അവൻ മരിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ യേശുവിന് നേരത്തെ പോയി സൗഖ്യം കൊടുക്കത്തില്ലായിരുന്നു. वो मरेगा करके जानता तो यीशु पहले जाके चंगा दे सकता ഈ था. രാത്രി മനസ്സിലാക്കണം. यहाँ से प्रभु की एक वाणी आप लोग समझना ചില है. വിഷയങ്ങൾ പെട്ടെന്ന് മറുപടി തരത്തില്ല. कुछ विषयों में जल्दी से उत्तर नहीं मिलेगा. എന്തുകൊണ്ടാ തരാത്തെന്നറിയാമോ? क्यों नहीं देते हैं? ചില മറുപടി ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം. कुछ उत्तर जो है प्रभु के नाम की महिमा ചില प्रकट होना है. വിടുതലുകൾ ദൈവനാമം ഉയർത്തപ്പെടാനാ. कुछ छुटकारे में प्रभु के नाम की महिमा होना എന്റെ है. ഭവനത്തിനകത്ത് ഞാൻ നാളുകളായി പ്രാർത്ഥിക്കുന്നു, എന്തുകൊണ്ട് ഈ വിഷയത്തിന് മറുപടി ഇല്ല എന്ന് ഒരുപക്ഷെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകാം. मेरे परिवार के अंदर कई दिनों से मैं इस विषय के लिए प्रार्थना करता हूँ, क्यों उत्तर नहीं मिलता, हम सोचते होंगे. ദൈവമേ അതിനു വേണ്ടി ഞാൻ എത്ര ഉപവസിച്ചു, प्रभु इस विषय के लिए मैं कितना उपवास ഞാൻ അതിനു किया, വേണ്ടി എത്ര വചനങ്ങളെ പഠിച്ചു, उसके लिए मैं कितना ही वचन എത്ര सीखा, ദൈവ ശബ്ദം ഞാൻ കേൾക്കുന്നു, कितना मैं प्रभु का वचन എത്ര सुना, ഞാൻ ഉപവസിക്കുന്നു, कितना मैं उपवास करता हूँ, എത്രത്തോളം ഞാൻ നേരത്തെയൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. मैं जल्दी उठकर प्रार्थना ആ करता हूँ. വിഷയത്തോട് എനിക്കുള്ള ആത്മാർത്ഥത അത്ര വലുതാണ്. वो विषय से संबंधित मेरा हृदय से सच्चा പക്ഷേ उतना എന്റെ गहरा പല है. വിഷയങ്ങൾക്കും മറുപടി ലേറ്റ് ആകുക. लेकिन मेरा कुछ विषयों का उत्तर बहुत लेट होता ലേറ്റ് है. ആകും തോറും ദൈവമക്കൾ ഓർത്തോണം അതൊരു ശ്രേഷ്ഠതയുടെ മറുപടിയാണ്. देर होने का कारण आप लोग समझना है, वो അത് श्रेष्ठ उत्तर है. ദൈവത്തിന്റെ മഹത്വത്തിനുള്ള वो മറുപടിയാണ്. प्रभु के महिमा का उत्तर होगा. അത് നമ്മുടെ തലമുറയിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനാ. वो हमारे बच्चों में प्रभु की महिमा होने के लिए है. നമ്മുടെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം വെളിപ്പെടാനാ. हमारे परिवार के अंदर प्रभु के नाम की महिमा होने के लिए നമ്മുടെ है. ദേശത്ത് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാനാ. हमारे देश में प्रभु के नाम की महिमा होने के ഒരു लिए है. ദിവസത്തെയോ 40 ദിവസത്തെയോ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഒരുപക്ഷെ മറുപടി ഒന്നും കിട്ടിയില്ലെന്നും വരാം. एक दिन या 40 दिन का प्रार्थना समाप्त होकर उठने से उत्तर नहीं मिल सकता है അതുകൊണ്ട് शायद. ഇനി മേല ഞാൻ പ്രാർത്ഥിക്കത്തില്ല ഉപവസിക്കത്തില്ല എന്നുള്ള കഠിന തീരുമാനത്തിന്റെ ആവശ്യമില്ല. इसलिए और मैं प्रार्थना नहीं करूंगा, उपवास नहीं करूंगा, ऐसा कठोर निर्णय मत लेना. മറുപടികൾ കിട്ടുന്നത് ഉപവാസത്തിന്റെ ദൈർഘ്യം മൂലമല്ല. उत्तर मिलता उपवास के लंबाई के द्वारा नहीं. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ തമ്പുരാന് പ്രസാദമാണോ ദൈവത്തിന്റെ പദ്ധതിയാണോ എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് മറുപടി കിട്ടത്തുള്ളൂ. हम प्रार्थना करने वाला विषय में प्रभु का नाम का महिमा है तो उसमें उत्तर मिलेगा. പക്ഷേ യേശു അവിടെ ഇരുന്നതിന്റെ കാരണം മറുപടി കൊടുക്കാൻ ശക്തിയില്ലാഞ്ഞിട്ടല്ല, ആ ദേശത്ത് ദൈവത്തിന്റെ നാമം ഉയർത്തപ്പെടണം. यीशु को बताया तो यीशु वहीं बैठने का कारण प्रभु को सामर्थ नहीं करके नहीं, यीशु के नाम की महिमा होना ചില था. നാളുകളായി ഞാൻ ആ ഭവനത്തിൽ കടന്നു ചെല്ലുന്നതാണ്. कुछ दिनों से यीशु उस परिवार में जाता था. എന്നെ അവർ സൽക്കരിച്ചിട്ടുണ്ട്, वो लोग उसका सत्कार എന്റെ करते थे, പ്രാർത്ഥനകൾ സ്വീകരിച്ചിട്ടുണ്ട്, उसकी सारी सेवकाई എന്നെ അവർ करते थे, സ്നേഹിച്ചിട്ടുണ്ട്, उसे प्रेम करते थे. അവരുടെ ഭവന നിമിത്തം അനേകർ വചനം കേട്ടിട്ടുണ്ട്. उनके परिवार वाले के कारण जो अनेक പക്ഷേ लोग वचन ഇപ്പൊ सुने. ദൈവത്തിന്റെ ഒരു പദ്ധതി, अभी प्रभु का एक योजना ഇവരുടെ है. ഭവന നിമിത്തം ദൈവത്തിന് മഹത്വം വെളിപ്പെടണം. इनके परिवार के द्वारा प्रभु के नाम की महिमा होना ഇന്ന് है. രാത്രി ദൈവമക്കൾ ചിന്തിക്കുക, आज रात को आप लोग सोचे നിന്റെ ഭവന നിമിത്തം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണം. आपके परिवार के कारण प्रभु के नाम की महिमा അതിന് ചില होना है. വിഷയങ്ങൾ തടസ്സം വന്നെന്ന് വരാം. उसके लिए कुछ विषय में रुकावट हो ചില सकता है, മറുപടികൾ പെൻഡിങ്ങിലായെന്ന് വരാം. कुछ उत्तर रुक सकता ചില है, ദൈവപ്രവൃത്തി താമസിച്ചെന്ന് വരാം. कुछ प्रभु का कार्य शायद देर हो सकता ചില है, ദൈവികമായ വിടുതലുകൾ ലേറ്റ് ആയെന്ന് വരാം. ദൈവമക്കളെ, प्रभु का कुछ छुटकारा में देरी हो सकता है. പ്രാർത്ഥന നിർത്തരുത്. प्रार्थना मत रोकना, വിശ്വാസം കൈമോശം വരരുത്. विश्वास हमसे छूटना मत, വിശുദ്ധി നഷ്ടപ്പെടുത്തി കളയല്ലേ. पवित्रता नष्ट ना करे, ഉപവാസം നിർത്തിക്കളയണ്ട. उपवास मत रोकना. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയോഗം തരുന്നതിനനുസരിച്ച് നീ മുൻപോട്ട് പോയിക്കോ. पवित्र आत्मा जैसे नियुक्ति देता है उसी प्रकार आगे बढ़े. ദൈവം ഒരിക്കലും കൈവിടത്തില്ല. प्रभु कभी हमें छोड़ेगा नहीं. ദൈവം ഓരോ ദിവസവും നമ്മളെ നടത്താൻ ശക്തനാണ്. प्रभु हर एक दिन हमें चलाने
में सक्षम സത്യത്തിൽ ഈ है। ഭവനത്തിനകത്ത് ദൈവനാമം മഹത്വപ്പെടണം. इस परिवार में प्रभु के नाम की महिमा അതുകൊണ്ട് होना തന്നെ है। യേശു ഇരുന്നിടത്ത് തന്നെ 3 നാൾ കൂടിയിരുന്നു. इसलिए यीशु जहाँ बैठे थे वहीं पे 3 दिन फिर से रहे। ശിഷ്യന്മാരോട് പറഞ്ഞു ലാസർ മരിച്ചുപോയി, चेलों से बताया लाजर मर गया നമുക്ക് है, അവിടെ ചെന്ന് അവനെ ഉണർത്തണം. हम वहाँ जाकर उसे എന്നാലേ जगाएंगे। യേശുവിന്റെ ആ ഒരു വാക്കുകളൊക്കെ സത്യത്തിൽ ഞാൻ വായിച്ചപ്പോൾ എൻ്റെ അകത്ത് ഭയങ്കരമായിട്ടൊരു ബലം തന്നു ദൈവം. मसीह का वो शब्द जब मैं पढ़ा तो मेरे अंदर बहुत बड़ा बल मिला। നമുക്ക് അവനെ ചെന്ന് ഉണർത്തണം. हम वहाँ जाकर उसे जगाएंगे। ഇന്ന് രാത്രി ദൈവത്തിന്റെ മറുപടികൾ ഇങ്ങനെയൊക്കെയാ ദൈവമക്കൾ. आज रात को प्रभु का उत्तर भी इसी प्रकार है। എന്റെ മകന് സന്തോഷം വരുത്തണം, बहुत आनंद वहाँ में होना ഈ है, കുടുംബത്തിനൊരു വിടുതൽ वो വെളിപ്പെടുത്തണം. परिवार में एक छुटकारा होना ഇത് है। ദൈവത്തിന്റെ ഒരു മുൻനിർണയമാ. ये प्रभु का पूर्व ചില निर्णय था। വിടുതലുകൾ ദൈവത്തിന്റെ ചില മുൻനിർണയങ്ങളാ. कुछ छुटकारा प्रभु का पूर्व निर्णय അത് होता ഇന്ന് है। രാത്രി ദൈവമക്കളൊന്ന് ഏറ്റെടുക്കാൻ തയ്യാറായാൽ आज रात को आप लोग स्वीकार करेंगे तो യേശുവിനെ അറിയിക്കണ്ട എന്ന് പറഞ്ഞിരിക്കല്ലേ. यीशु से मत बताए, ऐसा मत बैठे। എല്ലാ വിഷയം കർത്താവിനെ അറിയിക്കണം. सारे विषय प्रभु से कहना എല്ലാ है, വിഷയം കർത്താവിനെ അറിയിക്കണം ദൈവമക്കളെ. सारी बातें मसीह से कहना है, കർത്താവിനോട് പറയണം, प्रभु से बोलना है, ഹൃദയം തകർന്ന് പറയണം, हृदय टूट कर बोलना है, മനസ്സോടെ പറയണം, मन से बोलना है, ആവശ്യബോധത്തോടെ പറയണം. आवश्यकता के अनुसार बोलना അങ്ങനെ है। നാം പറയുമ്പോൾ ऐसे बोलेंगे तब യേശു നമുക്ക് വേണ്ടി മനസ്സലിയും. यीशु हमारे लिए जो है നോക്കാം, कार्य യേശു करेगा। കർത്താവ് പോവാ यीशु जा रहा है, ലാസറിന്റെ ഭവനത്തിലേക്ക് ചെല്ലുന്നു. लासर के परिवार में गया, അവിടെ എല്ലാരും കരഞ്ഞുകൊണ്ടിരിക്കുക. वहाँ सब रोते हैं, ഒത്തിരി പേര് കരയുന്നുണ്ട്. बहुत लोग रोते हैं। പോകുന്ന വഴിക്ക് ദൂരെ മാർത്തയും മറിയൊക്കെ യേശുവിനെ കണ്ടു. जाते समय दूर से मार्था मरिया यीशु को देख लिए। ആദ്യം കണ്ടത് മാർത്തയാ. पहले देखी मार्था। മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മാർത്ത കർത്താവിനോട് യേശുവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ുള്ള വിശ്വാസം ആഴമായിട്ടുണ്ട് ഇവക്ക്. यीशु में गहराई से वो विश्वास करती है, പക്ഷേ അത് പറച്ചിലില്ലേ ഉള്ളൂ. लेकिन उसके बातों में सिर्फ है, പെട്ടെന്ന് ചേഞ്ചായി. जल्दी बदल गई। ശ്രദ്ധിക്കണം, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ. यहाँ पे ध्यान दे, ആദ്യം യേശുവിനെ കണ്ടത് മാർത്തയാ. पहले देखी यीशु को मार्था। മാർത്ത ഓടിച്ചെന്ന് യേശുവിനോട് പറഞ്ഞു, യേശുവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. मार्था दौड़कर यीशु के पास गई और यीशु अगर यहाँ पे तू होता तो मेरा भाई नहीं मरता। നീ ഇപ്പോഴും പിതാവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? ഉയർത്തു വരും. अभी तो पिता से कहा होता तो वो जी उठता, അവൻ ജീവിക്കും. वो जी उठता, അവൻ ജീവിക്കും. वो जी उठता। ഭയങ്കര വിശ്വാസം. നമ്മൾ വിചാരിക്കും ഭയങ്കര വിശ്വാസം ഇവള് പറഞ്ഞു. हम लोग सोचेंगे वो बहुत बड़ा विश्वास के बाद बोली है। ഒരല്പം കഴിഞ്ഞപ്പം थोड़ा समय के बाद ഇവിടെ വിശ്വാസം പോയി. उसका विश्वास गया। എന്താ ഞാൻ പറയാൻ പറ്റും? ശ്രദ്ധിച്ചു കേട്ടോ. यही मैं कहना चाहता हूँ, പെട്ടെന്ന് വിശ്വാസം പോയി. जल्दी उसका विश्वास गया। നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേക്കും എന്ന് പറഞ്ഞാൽ ഇവള് പറഞ്ഞതിന്റെ ബാക്കി തമ്പുരാൻ എന്ത് ചെയ്തു? പൂരിപ്പിച്ചു. ये जो बोली उसके आगे यीशु पूरा किया। നീ ഇപ്പം ദൈവത്തോട് അപേക്ഷിച്ചാലും तो अभी परमेश्वर से बोलने से ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. परमेश्वर तुझे देगा मैं जानती हूँ। അവനെ തരുമെന്നൊരു അറിവ് കൊണ്ട്. उसे देगा करके एक जानकारी इसके अंदर है, പക്ഷെ അവനെ എങ്ങനെ തരൂ എന്നുള്ള ഒരു ചിന്ത ഇവക്കില്ല. लेकिन वो कैसा देगा वो सोच नहीं है। ഇത് കിട്ടാഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ? ये क्यों नहीं मिला? ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയാം. मैं समझता हूँ ഏത് സമയവും പലതിനെ ചൊല്ലി വിചാരപ്പെട്ടിരിക്കുക. हर समय बहुत विषयों को सोचकर वो चिंता में रहती നല്ല है। അംശത്തെ തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. अच्छा भाग वो चुन नहीं पाई है, വചനം പഠിക്കാൻ സാധിക്കുന്നില്ല. वचन वो पढ़ नहीं पाई है, വചനത്തെ ആഴമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. वचन को गहराई से समझ नहीं पाई है। അതുകൊണ്ട് തന്നെ इसलिए ഇവിടെ അകത്ത് വീണ്ടും യേശു കർത്താവ് അതിനോട് പൂരിപ്പിച്ചു പറഞ്ഞു, അത് നടക്കും. उसके आगे यीशु मसीह पूरा करके बोलता है वो पूरा होगा। യേശു അവളോട് പറയാണ്, यीशु कहता है നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേക്കും. പെട്ടെന്ന് തന്നെ ഇവിടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആയി. अभी उसका स्वभाव में एकदम बदलाव आ गया। ആദ്യം വിശ്വാസം പറഞ്ഞു, पहले विश्वास की बात ആദ്യം बोली, വിശ്വാസം പ്രഖ്യാപിച്ചു. पहले विश्वास की बातें നീ ഇവിടെ बोली, ഉണ്ടായിരുന്നെങ്കിൽ കർത്താവേ മരിക്കലായിരുന്നു. प्रभु तू यहाँ होता तो मेरा भाई नहीं मरता। നീ ഒരു കാര്യം പിതാവിനോട് അപേക്ഷിച്ചാൽ അത് നടക്കും, അവനെ തിരിച്ചു തരും. तू अगर कुछ परमेश्वर से मांगता है तो वो होगा, वो वापस आएगा। അന്നേരത്തെ ഒരു ആവേശത്തിനോ ആഗ്രഹത്തിനോ വിശ്വാസത്തിനോ ഒക്കെ അവൾ പ്രഖ്യാപിച്ചതാ. उस समय का जोश में विश्वास का बात बोल दिया। സെക്കൻഡുകൾക്കകത്ത് कुछ सेकंड के बाद में യേശു തറപ്പിച്ചു പറഞ്ഞപ്പോൾ ഇവിടെ ഉറപ്പങ്ങ് പോയി. यीशु दृढ़ता से बोला तो इसके अंदर का दृढ़ता गया। ഇതാ ചിലപ്പോ തമ്പുരാൻ നമ്മളോട് ചില കാര്യങ്ങൾ തറപ്പിച്ചു പറഞ്ഞാ കിട്ടും. परमेश्वर हमसे दृढ़ता से बोलता है ദൈവം तो मिलेगा। സൗഖ്യമാക്കും, प्रभु चंगा करेगा, അത്ഭുതം നടക്കും. चमत्कार होगा। നമ്മൾ ആഗ്രഹിച്ചു വന്ന എന്താണ്? हम क्या चाहते हुए आए? ഇന്ന് എനിക്ക് സൗഖ്യം
കിട്ടും. आज हम चंगे होंगे, ഇന്ന് എന്നെ ദൈവം വിടുവിക്കും. आज प्रभु मुझे छुड़ाएगा, ഇന്ന് എനിക്ക് ബുദ്ധി ദൈവം തരും. आज प्रभु मुझे बुद्धि ഇന്ന് देगा, ഞാൻ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ കരുതൽ എനിക്ക് അനുഭവിക്കാൻ കഴിയും. आज जब बैठेंगे तो प्रभु मेरे लिए कार्य അങ്ങനെ करेगा। ആഗ്രഹിച്ചു വന്നപ്പോഴാണ് ऐसे चाहते हुए ദൈവം आए പറയുക, ദൈവം നിന്നെ സൗഖ്യമാക്കിയിരിക്കും. प्रभु कहता है प्रभु तुझे चंगा किया है। അപ്പൊ നമ്മുടെ അകത്തൊരു ചിന്ത, तब हमारे अंदर एक सोच आता है, ഓ ഇപ്പോഴൊന്നും സൗഖ്യമാകാൻ സാധ്യത ഇല്ല. अभी चंगा होने का कोई संभावना नहीं है। ഇത്ര പെട്ടെന്നൊക്കെ അത് നടക്കുവോ? इतना जल्दी सब होगा क्या? ഇതാ വിശ്വാസം നമുക്ക് വാഗൊണ്ട് പറയും, പക്ഷെ തമ്പുരാൻ ഉറപ്പിച്ചു പറഞ്ഞാൽ നമ്മുടെ ഉറപ്പ് പോവും. विश्वास हम मुंह से बोलते हैं, प्रभु दृढ़ता से कहता है तो हमारा दृढ़ता चले जाता ഇന്ന് है। രാത്രി ദൈവം പറയുന്നത് എന്താ അറിയോ? आज रात को प्रभु क्या कहता है? അങ്ങനെ ഒരു അനുഭവം നമ്മളിൽ ഉണ്ടാകല്ലേ. ऐसा एक अनुभव हम में नहीं होना है। എന്തുകൊണ്ട് നമ്മുടെ ഉറപ്പ് അന്നേരം നഷ്ടപ്പെടുന്നതെന്ന് അറിയാവോ? क्यों हमारा दृढ़ता उस प्रकार നമുക്ക് नष्ट ഈ होता है? വചനത്തിന്റെ വെളിപ്പാട് അകത്തില്ലാത്തത് ये കൊണ്ട്. वचन का प्रकाशन हमारे अंदर नहीं ഈ है। വചനം നമ്മുടെ അകത്ത് ബലം വരുന്നില്ല. ये वचन हमारे अंदर में बल नहीं देता ഓർക്കുക, है। നിങ്ങൾ ഈ വചനത്തെ പിടിച്ച് മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ ഈ വചനവുമായി കണക്ട് ചെയ്താൽ അകത്തൊരു കത്തലുണ്ടാകും. आप ये वचन को थामते हुए प्रार्थना करने वाले तो वचन से जो बात करेगा तो आपके हृदय जलेगा। അകത്തതൊരു ഉറപ്പിച്ച് ആ ഒരു ദൈവിക വിടുതൽ വെളിപ്പെടുത്തുക. आपके अंदर में दृढ़ता के साथ प्रभु का छुटकारा प्रकट होगा। ഇവിടെ ഉറപ്പങ്ങ് പോയി. इसका दृढ़ता गया। ഇത്രയും നേരം നിന്ന് പ്രസംഗിച്ച ഇവിടെ ഉറപ്പങ്ങ് പോയി. इतना देर वो खड़ी होकर प्रचार करे, अब उसका दृढ़ता गया। അകത്തൊരു ഉറപ്പുണ്ടെങ്കിൽ നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകം ചിലതിനെ പുറത്താക്കും. आपके अंदर दृढ़ता है तो आप में उड़ेला गया अभिषेक कुछ को ചില बाहर निकालेगा। ബന്ധിക്കപ്പെട്ട വിഷയങ്ങൾ പൊട്ടി പുറത്തു പോകും. कुछ बंधित विषय जो है टूट कर बाहर ചില निकला। വിഷയത്തോട് അടുക്കുമ്പോൾ മനസ്സ് ചഞ്ചലപ്പെട്ടു പോകും. कुछ विषय के करीब जाएगा तो मन व्याकुल ചിലത് होता ഏറ്റെടുത്ത് है। പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലായിരുന്നു. कुछ विषय स्वीकार करके प्रार्थना नहीं ചിലത് कर पाता കൈവയ്ക്കാൻ था। ഭയമായിരുന്നു. कुछ विषय में हाथ रखना ചില डर വിഷയം था। ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാ. कुछ विषय को ग्रहण करके प्रार्थना കാരണം नहीं कर വിശ്വാസം पाता था। പറഞ്ഞാൽ പോലും विश्वास की बातें बोलने से भी അകത്തുറപ്പില്ലാത്ത ഒരു വിശ്വാസം. अंदर में दृढ़ता नहीं है हमारा പക്ഷെ विश्वास। അന്നെന്റെ ചാല് തമ്പുരാൻ കീറിക്കളഞ്ഞു. आज उस दिन मेरे मार्ग को അന്ന് प्रभु ദൈവം अलग എന്നെ किया। പഠിപ്പിച്ച ഒരു കാര്യമാണ് ഞാൻ ഇന്നും രാത്രിയിലും ദൈവമക്കളോട് പറയുന്നത്. उस दिन प्रभु ने मुझे जो सिखाया वो मैं कहता हूँ। മറിയയ്ക്ക് വിശ്വാസമുണ്ട്. मरियम में विश्वास है। നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. तू यहाँ होता था मेरा भाई नहीं मरता। ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു आज भी मैं विश्वास करता അതങ്ങനെ हूँ സംഭവിക്കുമെന്ന്. वैसा ही होगा। പക്ഷെ തമ്പുരാൻ തിരിച്ചു പറഞ്ഞപ്പോ, लेकिन प्रभु उत्तर देता है അവൻ तब। ഉയർത്തെഴുന്നേക്കുമെന്ന് പറഞ്ഞപ്പോ वो जी उठेगा बोला അവിടെ तब। വിശ്വാസത്തിന്റെ ഉറപ്പിന് ഒട്ടം സംഭവിച്ചു തുടങ്ങി. उसका विश्वास का दृढ़ता ഈ डगमगाने लगा। രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നത്, आज रात को पवित्र आत्मा कुछ लोगों എന്തുകൊണ്ട് से कहता है, പരിപൂർണമായ ഒരു വിടുതൽ നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് വെളിപ്പെടുന്നില്ല? ऐसा एक छुटकारा हमारे परिवार में क्यों होता नहीं വിശ്വാസം है? പറയാത്ത കൊണ്ടല്ല, विश्वास बोलते नहीं है, करते नहीं। അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ ആ വിശ്വാസത്തെ ഉറപ്പിച്ച് പ്രഖ്യാപിക്കാൻ ഒക്കുന്നില്ല നമുക്ക്. अंदर में पवित्र आत्मा जब बात करता है विश्वास के साथ दृढ़ता से हम बोल नहीं पाते ഞാൻ हैं। പറയാം, ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ചലിപ്പിക്കണം. पवित्र आत्मा हमें चलाना है। ദൈവം നമ്മളെ മാറ്റിയെടുക്കണം അതിന്റെ അകത്ത്. प्रभु हमें बदलना है। ഈ ഉപവാസ പ്രാർത്ഥനയും അങ്ങനെ തന്നെ സംഭവിക്കും. ये उपवास के प्रार्थना में ऐसा ही होना है। നമുക്കൊരു അധികാരം ദൈവം തന്നാൽ हमें एक अधिकार प्रभु दिया നമുക്ക് है। ആദ്യം ചില വിശ്വാസം പറയാനേ അറിയത്തുള്ളൂ. पहले हम विश्वास बोलते हैं, ബാക്കി എന്നാ ചെയ്യണമെന്ന് അറിയാതെ കിടന്ന് കളിക്കുക. बाद में क्या करना है करके हमें ഇന്ന് मालूम രാത്രി नहीं ഞാൻ है। പറയാം, ഈ വചനത്തെ മുറുകെ പിടിച്ചാൽ आज रात को ये वचन को थाम നിന്നെ लेने കൊണ്ട് से നടക്കാത്തതൊന്നുമില്ലെന്ന്. आपसे असंभव कुछ नहीं है। നിന്നെ കൊണ്ട് നടക്കാത്തതൊന്നുമില്ല. आपसे असंभव कुछ नहीं ഇന്ന് है। രാത്രി ദൈവമക്കൾ വിശ്വസിക്കാൻ आज തയ്യാറാകുക. रात को आप लोग विश्वास। ഈ സഹോദരന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. ये बहन का विश्वास उस समय नष्ट हो गया। യേശു പറഞ്ഞു ഉയർത്തെഴുന്നേൽക്കും. यीशु बोला वो जी उठेगा। എന്നിട്ട് അകത്ത് അങ്ങോട്ട് വിശ്വാസം കയറിയെന്ന്. उसके अंदर में एक विश्वास चढ़ गया। ഇന്ന് രാത്രി ദൈവമക്കളുടെ അകത്ത വിശ്വാസത്തെ ഒന്ന് ഉറപ്പിക്കണം. आज परमेश्वर के लोगों का अंदर का विश्वास दृढ़ നമ്മളെല്ലാം होना है। പുറത്തെ വിശ്വാസത്തെ കൊണ്ട് നടക്കുക. बाहर का विश्वास लेकर हम चलते ആദ്യത്തെ हैं। ആവേശത്തിലോ ആ ഒരു ഇളക്ക പെരുപ്പത്തിലോ ഒക്കെ വിശ്വാസം നമ്മൾ അധരം കൊണ്ട് പറയും. शुरुआत का जोश में हम विश्वास की बातें मुंह से പക്ഷേ बोलते हैं। ദൈവം തറ
ഉറപ്പിച്ച് ചിലത് പറഞ്ഞാൽ प्रभु दृढ़ता से कुछ कहता है तो അതങ്ങോട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. अंदर से हम विश्वास करना है. വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെട്ടാൽ वचन के द्वारा पवित्र आत्मा അതങ്ങോട്ട് നമുക്ക് बोलने से ഏറ്റെടുക്കാൻ വയ്യ. वो भी हम स्वीकार नहीं करते हैं. അതൊക്കെ നടന്ന സ്ഥലങ്ങൾ കാണുമായിരിക്കും. वो सब हुआ वाला जगह होगा. അത് ഇവിടെ ഒന്നും നടക്കത്തില്ല. वो सब यहाँ पे नहीं അത് होगा. നടക്കുന്ന വീടുകളൊക്കെ ഉണ്ടാകാം. वो सब होने वाला घर പക്ഷെ होगा. അത് എന്റെ വീട്ടിൽ നടക്കത്തില്ല. लेकिन मेरे घर में नहीं അത് होगा. നടക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടാകാം. वो हुआ वाला व्यक्ति लोग പക്ഷെ അത് होगा. എന്നിൽ നടക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. लेकिन मुझ में होगा, मुझे विश्वास ഇന്ന് नहीं. രാത്രി ചില അവിശ്വാസത്തെ ശാസിച്ച് പുറത്തു കളയണം. आज रात को कुछ अविश्वास को डांट कर ചില बाहर निकालना കുടുംബങ്ങൾ है. വിടിവിക്കപ്പെടും. कुछ परिवार छुड़ाया ഈ जाना ഉപവാസ है. പ്രാർത്ഥന ചില കുടുംബങ്ങൾക്ക് ആശ്വാസമായി ये മാറും. उपवास का प्रार्थना कुछ परिवारों को വ്യക്തമായ ചില വിടുതലുകൾ സ്വർഗം വെളിപ്പെടുത്തും. सामर्थ से कुछ छुटकारा प्रकट होगा. ചില പ്രതീക്ഷ അറ്റുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു പ്രതീക്ഷിച്ചോ, മറുപടി ഉറപ്പാ. कुछ उम्मीद नष्ट हुआ तो आज रात को प्रभु कहता है आप आशा रखिए, जरूर उत्तर मिलेगा. ദൈവപ്രവൃത്തി സംഭവിക്കും. प्रभु का कार्य होगा. നാട്ടുകാരും വീട്ടുകാരെല്ലാം കൂടി എല്ലാവരും പരിഹസിക്കാൻ തുടങ്ങി. गांव वाले सब वहाँ एकत्रित हुए, वो लोग നമുക്ക് निंदा ആ ഭാഗം करने लगे. അറിയാവുന്നതുകൊണ്ട് ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. उस भाग को हम जानते हैं, इसलिए मैं എല്ലാവരും जल्दी समाप्त കളിയാക്കാൻ करूं. തുടങ്ങി. सभी लोग मजाक उड़ाने ഓ लगे. ഇവൻ എത്ര സ്നേഹിച്ചതാ ഈ വീടിനെ. वो ये कितना प्रेम करता था इस യേശുവിനെ ഇവർ परिवार से. കൈക്കൊണ്ടതല്ലേ. यीशु को स्वीकार करा था യേശുവിനെ परिवार. ഇവർ സ്നേഹിച്ചതല്ലേ. यीशु से ये लोग प्रेम किए യേശുവിനെ थे. സൽക്കരിച്ച വീടല്ലേ. यीशु का सत्कार किए थे. എന്നിട്ട് ഇവർക്ക് ഈ ഗതി വന്നല്ലോ. लेकिन उनको ऐसा अवस्था ഇവരുടെ ഒരു आया. വേദനയ്ക്കകത്ത് യേശു വന്നില്ലല്ലോ. इनके तकलीफ में यीशु आया ഇനി नहीं. ഇവൻ എന്തോ ചെയ്യാൻ പോവാ. अभी ये क्या करने वाला है? മരിച്ച് നാറ്റം വെച്ചു. मर कर बदबू आने लगा. നീ ഒരിക്കലും ഉയർക്കത്തില്ല. वो कभी जी नहीं उठेगा. യാതൊരു തരത്തിലും പ്രതീക്ഷയില്ല. किसी भी तरह उम्मीद नहीं है. നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരെല്ലാം ഒരേ സ്വരത്തിൽ പറയുമ്പോൾ गांव वाले, घर वाले, परिवार वाले सब एक ही യേശു स्वर में बोलते കർത്താവ് हैं. സമൂഹത്തെ നോക്കി വിളിച്ചു പറഞ്ഞു, यीशु भीड़ को देखकर कहता है ആദ്യം വിശ്വസിക്കേണ്ടത് ആ കുടുംബമാണ്. पहले वो परिवार वाले विश्वास ഇന്ന് करना രാത്രി ഞാൻ है. ദൈവമക്കളോട് ഞാൻ പറയാം, मैं परमेश्वर के लोगों से ആദ്യം कहता हूँ, വിശ്വാസത്തിൽ ഉറക്കപ്പെടേണ്ടത് ഞാനും നിങ്ങളും ആ പ്രിയപ്പെട്ടവരെ. पहले विश्वास में दृढ़ता पाना हम और നമ്മൾ ആ आप. വിശ്വാസത്തിൽ ഒന്ന് ഉറച്ചു കഴിഞ്ഞാൽ हम विश्वास में दृढ़ होने से നാട്ടുകാരുടെ വിഷയം നിങ്ങൾ പേടിക്കണ്ട. गांव वाले के विषय में चिंता ना നിങ്ങളുടെ करें. വിശ്വാസത്തിന്റെ ഉറപ്പ് നിമിത്തം ദേശത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. आपके विश्वास की दृढ़ता के कारण देश में प्रभु का नाम का യേശു കർത്താവ് മാർത്തയോട് പറയുന്നു വിശ്വസിക്കുക. यीशु मार्ता से कहता है विश्वास വീണ്ടും कर. ദൈവത്തിന്റെ വചനം കാൽക്കലിരുന്ന് പഠിച്ചവൾക്കും ഒരു അവിശ്വാസമകത്ത് വന്നു. परमेश्वर के चरणों में बैठकर जो वचन सीखे उसके अंदर में പിന്നീട് विश्वास आया. കർത്താവ് അവരോട് പറയുന്നുണ്ട്, बाद में मसीह उससे कहता है വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം तू കാണും. विश्वास करने से प्रभु की महिमा ഇന്നലകളിൽ കേട്ട देखेगा. വചനങ്ങൾ വെറുതെ കേട്ടതല്ല. कल सुना हुआ वचन व्यर्थ सुना नहीं है. ഇന്നലകളിൽ പ്രാപിച്ച ദൈവകൃപ വെറുതെ പ്രാപിച്ചതല്ല. कल पाया प्रभु का अनुग्रह बेकार में അത് पाया नहीं നിനക്ക് है. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, वो तू विश्वास कर അത് पाएगा ഏറ്റെടുക്കാൻ तो കഴിയുമെങ്കിൽ वो तू स्वीकार ചില करने से കുടുംബത്തിലെ ചില ബന്ധനങ്ങളെ അടിച്ചു കളയും. कुछ परिवारों का बंधन खुल നാറ്റം जाएगा. ഭവിക്കുന്ന ചില വിഷയങ്ങൾ ഉയർത്തെഴുന്നേക്കും. बदबू आने वाला विषय जी उठेगा. ചില മറുപടികൾ സ്വർഗം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. कुछ उत्तर प्रभु हमारे लिए प्रकट ചില करेगा. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. कुछ चमत्कार प्रभु ചില करेगा. ദൈവ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും कुछ ദൈവം. प्रभु का कार्य प्रभु करेगा. യേശു പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. यीशु कहा विश्वास करने से तू प्रभु का महिमा देखेगा. മാനദണ്ഡം വിശ്വസിക്കുക എന്നുള്ളതാ. अभी उसको विश्वास करना है. മഹത്വം കാണാൻ പറ്റും. महिमा देखेंगे. വിശ്വസിച്ചു കേട്ടോ അവര്. विश्वास करे वो लोग. വചനം കിടന്ന വീടല്ലേ. वचन है वाला घर. അകത്ത് വചനം കിടപ്പുണ്ടെങ്കിൽ अंदर में वचन है ഇന്ന് तो രാത്രി ഇവിടെ നിന്ന് കേൾക്കുന്ന വചനത്തിന്റെ ആ ഒരു പവറും കൂടെ ഏറ്റെടുത്താൽ यहाँ से सुनने वाला वचन को सामर्थ को आप पा लेना है. അവിടെ ഒരു വിടുതൽ നടക്കും. वहाँ पर एक छुटकारा അവിടെ होगा. ഒരു ഉയർപ്പ് സംഭവിക്കും. वहाँ पे जी उठेगा. അവിടെ നമ്മുടെ ചിന്താഗതികൾക്കപ്പുറമായി ചില അത്ഭുതങ്ങൾ സംഭവിക്കും. हमारे सोच से भी बढ़कर प्रभु चमत्कार അവർ करेगा. അതുപോലെ വിശ്വസിച്ചു. वो उसी प्रकार विश्वास യേശു करे. അവരുടെ കൂടെ കരഞ്ഞ സംഭവം നമുക്കറിയാം. यीशु അവിടെ उनके साथ रोया, उस संभव हम जानते हैं. കരയുന്ന ജനത്തെ കണ്ടിട്ട് അവരുടെ കൂടെ കർത്താവ് കരഞ്ഞു. रोने वाले यहूदियों को देखकर प्रभु उसके साथ रोया. യേശു കരഞ്ഞ അധിക സംഭവങ്ങളൊന്നുമില്ല. यीशु रोया हुआ अधिक संभव नहीं है. ആലയത്തെ നോക്കി കരഞ്ഞിട്ടുണ്ട്. आलय को देखकर रोया. അതുപോലെ ഇവിടെയും കരഞ്ഞിട്ടുണ്ട്. उसी प्रकार यहाँ पर भी रोया. സഹിക്കാൻ പോകുന്ന കഷ്ടതയോർത്ത് കരഞ്ഞിട്ടുണ്ട്. सहने जा रहा है उस कष्ट को सोचकर ही ഇങ്ങനെയുള്ള रोया. 2-3 സ്ഥലങ്ങളിലെ കർത്താവ് കരഞ്ഞിട്ടുണ്ട്. 2-3 जगह में मसीह रोया. ആ കർത്താവ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു മറുപടിയുണ്ട്. मसीह रोया है तो उसमें एक उत्तर അത് है. വിശ്വസിക്കാനും ഏറ്റെടുക്കാനും ദൈവമക്കൾ वो തയ്യാറാണെങ്കിൽ विश्वास करने, स्वीकार करने प्रभु के लिए तैयार ദൈവപ്രവൃത്തി होना. നടക്കുക തന്നെ ചെയ്യും. प्रभु का कार्य जरूर യേശു होगा. കർത്താവ് നോക്കി അവരെല്ലാം പറഞ്ഞു നാറ്റം വമിച്ചു. यीशु मसीह देखा, वो लोग सब बोले बदबू आने लगा. എല്ലാവരും മൂക്കുപൊത്തി ആ വിഷയത്തോട് കണക്ട് ചെയ്ത് നിൽക്കുക. सब लोग नाक बंद करते उस विषय से संबंध खड़े യേശു हैं. കർത്താവ് വിളിച്ചു പറയുന്നു, यीशु मसीह बोलता है ലാസറേ പുറത്തു വാ. लाजर बाहर आ. എത്ര പേര് കേൾക്കുന്നുണ്ട്? कितने लोग सुनते हैं?
ലാസർ പുറത്തു വന്നു. लाजर बाहर आया. ഓർത്ത് നോക്കണം ദൈവമക്കൾ. सोच कर देखिए प्रिय लोगों, ചരിത്രം പറയുന്നു ചെറിയ കുഴിക്കകത്തല്ല ലാസറിനെ വെച്ചത്. इतिहास कहता है छोटे गड्ढे में नहीं रखा लाजर ഒരു को. വലിയ ഗുഹാമുഖമുണ്ട്. बड़ा से गुफा के अंदर, ആ ഗുഹാമുഖത്താണ് കല്ലുരുട്ടി വെച്ചിരിക്കുന്നത്. गुफा के मुंह में पत्थर लुढ़का कर रखे അവിടെ हैं. നിന്ന് ഒത്തിരി ദൂരെയാ കൊണ്ട് അടക്കം ചെയ്യുന്നത്. वहां से बहुत दूर लेकर उसे दफनाते हैं. യഹൂദന്റെ മര്യാദ പ്രകാരമാണ് അടക്കം ചെയ്തിരിക്കുന്നത്. यहूदियों के परंपरा के अनुसार उसे യഹൂദന്റെ दफनाया है. മര്യാദ പ്രകാരം ശീല കൊണ്ട് ശരീരം മുഴുവൻ പൊതിയണം. यहूदियों की परंपरा है कपड़े लेकर उसको पूरा മുഴുവൻ लपेटना, ചുറ്റിക്കെട്ടി വരിഞ്ഞു മുറുക്കണം. पूरा शरीर लपेट कर टाइट से बांधना. അങ്ങനെയാണ് അവരടക്കം ചെയ്യുന്നത്. उसी प्रकार वो दफनाते. ദൂരത്ത് നിന്ന് कितना दूर से കല്ലറയെ തുറന്നു കഴിഞ്ഞപ്പോൾ वो गुफा का मुंह जब खोला तब യേശു കർത്താവ് വിളിച്ചപ്പോൾ ലാസർ വിളി വന്നു. यीशु मसीह बुलाया तब लाजर बाहर आ गया. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ आज പറ്റും? रात को कितने लोग विश्वास करेंगे? വിശ്വാസം അതരം കൊണ്ട് പ്രഖ്യാപനം മാത്രമല്ല, विश्वास हम मुंह से बोलते हैं तब കേൾക്കുന്ന വചനത്താലുള്ള ഉറപ്പ് പ്രാപിക്കും. वचन सुनते हैं जो उसके द्वारा दृढ़ता होना है. ഉറപ്പ് പ്രാപിച്ചു കഴിയുമ്പോൾ दृढ़ता पालेंगे तो പ്രതീക്ഷകൾക്കപ്പുറത്ത് ദൈവ പ്രവൃത്തി. कितना भी दूर हो वहाँ प्रभु का ഈ कार्य ഉപവാസ होगा. പ്രാർത്ഥനയ്ക്കകത്തും പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് ये उपवास के प्रार्थना में प्रभु कहता ചില है കുടുംബങ്ങൾ വിടുതൽ അനുഭവിക്കാം. कुछ परिवार छुटकारा अनुभव करेंगे, ചില നാറ്റം വമിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടിയുണ്ട്. कुछ बदबू आने वाला विषय में उत्तर मिलेगा, ഉയർക്കത്തില്ലെന്ന് പറയുന്ന വിഷയത്തിന് മറുപടിയുണ്ട്. और जी नहीं उठेगा बोलने वाले विषय में उत्तर ഒരുപക്ഷേ मिलेगा. യാതൊരു സാധ്യതയും മുൻപിൽ കാണുന്നില്ല. कोई भी संभावना सामने नहीं ഒരു होगा. മാനസാന്തരത്തിന് സാധ്യതയില്ല. एक मन फिराव का संभावना नहीं ഒരു है, വിടുതലിന് സാധ്യതയില്ല. कोई छुटकारा का संभावना ഇന്ന് नहीं രാത്രി है. വിശ്വസിക്കാൻ കഴിഞ്ഞാൽ आज रात को विश्वास कर पाएंगे പുറത്തു क्या? വരേണ്ടവനെ പുറത്തു കൊണ്ടുവരും. जो बाहर आना है बाहर आएगा. പുറത്തു കൊണ്ടുവന്നു. उसे बाहर लाया. യേശു പറഞ്ഞവനെ കെട്ടഴിക്ക്, അവൻ പോകട്ടെ. यीशु बोला उसका बंधन खोल, हो जाने दे. ഓർത്തു നോക്ക്, ചിലത് ബന്ധിച്ച ബന്ധനങ്ങൾ അവരവരെ കൊണ്ട് തന്നെ തമ്പുരാൻ അഴിപ്പിച്ചു. सोच कर देखिए कुछ बांधा हुआ बंधन वो अपने आप को खोलना पड़ेगा. അതിലേക്കൊന്നും കേറുന്നില്ല. ഇനി मैं उसमें नहीं जाता. ഇന്ന് രാത്രി ഒന്ന് വിശ്വസിക്കുക. एक बात विश्वास करे, പ്രഖ്യാപിച്ച മാത്രം പോരാ, विश्वास हम मुंह से बोलने से काफी नहीं है. വചനത്തിലൂടെ ഉറപ്പിച്ചു वचन के द्वारा एक दृढ़ता हमारे अंदर ഉറച്ചു होना है. കാല് വെക്കണം. हिम्मत के साथ पाँव ഉറച്ചു रखना है. കാല് വെക്കണം ദൈവമക്കളെ. दृढ़ता के साथ पाँव എന്റെ रखना है. വീടിനകത്ത് വിടുതൽ കിട്ടിയിരിക്കുക. मेरे घर में छुटकारा എന്റെ मिल गया തലമുറയ്ക്ക് है. വഴി തുറന്നിരിക്കുക. मेरे बच्चे के लिए रास्ता എന്റെ खुल गया മിനിസ്ട്രി है. ചേഞ്ച് ആയി. मेरा मिनिस्ट्री बदल गया എന്നെ है. മേൽ കൃപ വെളിപ്പെട്ടു. मुझ में अनुग्रह प्रकट हुआ എന്റെ है. മേൽ അഭിഷേകം വന്നു मुझ കഴിഞ്ഞിരിക്കുക. में अभिषेक आ गया എനിക്ക് है. അധികാരം കിട്ടിയിരിക്കുക. मुझे अधिकार मिल ഞാൻ गया है. അസാധാരണമായ കൃപ എന്റെ മേൽ एक പകർന്നിരിക്കുകയാണ്. असाधारण अनुग्रह मुझ में उड़ेला ഈ है. രാത്രി വിശ്വസിക്കാൻ തയ്യാറാണ്. आज रात को विश्वास करें, എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചു. सभी लोग प्रार्थना करें. ആ ഭവനത്തിന്റെ അകത്ത് വിടുതൽ वो സന്തോഷവും, परिवार के अंदर छुटकारा और आनंद ആ आया. വിടുതൽ ആ വീടിനകത്ത് മുഴുവൻ സന്തോഷം. वो पूरा आनंद वो परिवार अनुभव करे. വചനം പറയുന്ന ദേശത്ത് ദൈവത്തിന്റെ നാമം മഹത്വപ്പെട്ടു. वचन कहता है वो देश में प्रभु के नाम का महिमा ഞാൻ हुआ. ദൈവമക്കളോട് പറയാം, നമ്മുടെ വീടിനകത്തെ വിടുതൽ ദൈവനാമം മഹത്വപ്പെടണം. हमारे घर का अंदर का छुटकारा परमेश्वर के नाम का महिमा होना है. എനിക്കൊരു ചെറിയ വിടുതൽ കിട്ടിയാലും एक छुटकारा हमें मिला है तो അത് ദൈവനാമം മഹത്വപ്പെടണം. वो प्रभु के नाम का महिमा होना है. ഈ ഉപവാസ പ്രാർത്ഥന മഹത്വപ്പെടല്ലേ, ये उपवास के प्रार्थना महिमा नहीं പാസ്റ്റർ लेना, മഹത്വപ്പെടണ്ട, पास्टर महिमा नहीं കൂടെ लेना, ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന വിശ്വാസി മഹത്വപ്പെടണ്ട. आराधना करने वाले या प्रार्थना करने वाले ദൈവം महिमा नहीं लेना, മഹത്വപ്പെടണം. प्रभु महिमा लेना है. ദൈവത്തിന് മഹത്വമാകണം. അത് प्रभु को महिमा होना.